അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനീ പോകുന്നത് സൗദിയിലെ പ്രവാസികൾ വീണ്ടും ഓർമ്മിക്കാട്ടോ. സൗദി പ്രവാസ ലോകത്ത് ഒരുപാട് പേരുണ്ട്. ജോലി ചെയ്യുന്നവർ കമ്പനിയിലുണ്ട്, മോസയിലുണ്ട്, വീട്ടിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. സാമ്പത്തികപരമായിട്ട് പലതരത്തിൽ കേസ് കുടുങ്ങിയവരൊക്കെ ഉണ്ട്. രണ്ടേകാലെടുത്ത് അടവടക്കാൻ കഴിയായിട്ട് കുടുങ്ങിയ സാമ്പത്തിക കേസുകളുണ്ട്. ലോൺ എടുത്തിട്ട് കുടുങ്ങിയവരുണ്ട് കേസ്. പിന്നെ വണ്ടി ഇൻസ്റ്റാൾമെൻറ്റ് എടുത്തിട്ട് പൈസ അടക്കാൻ കഴിയായിട്ട് വണ്ടി കൊണ്ടുപോയിട്ട് കേസായവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചു, ഞങ്ങൾക്ക് നാട്ടിൽ പോയാൽ ഇനി പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ തന്നെ സ്പോൺസർഷിപ്പ് മാറി പുതിയ കമ്പനിയിലേക്ക് മറ്റോ സ്പോൺസർഷിപ്പ് മാറി ഇക്കാമ പുതുക്കി തുടരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്, അത് കേസിൻ്റെ ധൃതി, കേസിൻ്റെ ശക്തി അനുസരിച്ചായിട്ടും അത് മാറാൻ പറ്റുക. ചില കേസുകൾ മാറാൻ പറ്റും, ചില കേസുകൾ മാറാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ സാമ്പത്തികമായത് മാത്രമല്ല, പല കേസുകളുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മാറാൻ പറ്റുന്ന കേസുകളും മാറാൻ പറ്റാത്ത കേസുകളുണ്ട്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, പുതിയ സ്പോൺസറെയോ പുതിയൊരു കമ്പനിയെ കണ്ടെത്തി മാറാൻ വേണ്ടി തളബ് അഥവാ റിക്വസ്റ്റ് അയച്ചു നോക്കുക. മാറാൻ പറ്റുമോ എന്ന് നോക്കി. റിക്വസ്റ്റ് ആകുന്നുണ്ടെങ്കിൽ മാറാം, റിക്വസ്റ്റ് ആകുന്നില്ലെങ്കിൽ മാറാൻ പറ്റില്ല. വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ കാവ്യം പുതുക്കിയൊക്കെ തുടരാം. അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല. ചെയ്തു നോക്കുക. തെളിവാണല്ലോ മുഖ്യം. മാറാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. തളബ് അഥവാ റിക്വസ്റ്റ് അയച്ചു നോക്കുക. പുതിയ കമ്പനിയെ മറ്റോ കണ്ടെത്തി കേസുകൾ സാമ്പത്തികമായി കുടുങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ മാറാൻ പറ്റുമെങ്കിൽ തളബാകും, ഇല്ലേ മാറില്ല. ഇതാണ് സിസ്റ്റം. ഓക്കെ, മറക്കണ്ട. എന്ത് സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.